സൂപ്പർ സ്റ്റാർ ശീതളനെതിരെ മണ്ടോദരി. സ്ത്രീവിരുദ്ധ സിനിമകളിലൂടെ പ്രേക്ഷകരെ വഴിതെറ്റിക്കുന്നു എന്ന് നടിയുടെ ആരോപണം. ഇത്തരത്തിലുള്ള സിനിമകൾ ശീതളനെ പോലുള്ള നടന്മാർ ചെയ്യാൻ പാടില്ല എന്നും നടിയുടെ പ്രസ്താവന. ഫിഷ് ടിവിയുടെ കോമഡി വിത്ത് സത്യശീലനിലാണ് നടി ഈ പരാമർശം നടത്തിയത്. ഹായ്, നമസ്കാരം. കോഫി വിത്ത് സത്യശീലനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു നടിയാണ് വന്നിട്ടുള്ളത്. മലയാളത്തിൽ തുടങ്ങി തമിഴ്, തെലുങ്ക് എന്ന് വേണ്ട അങ്ങ് ബോളിവുഡ് വരെ എത്തി നിൽക്കുന്ന വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു നടി. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ലേഡി സൂപ്പർ സ്റ്റാർ മണ്ടോദരി. സ്വാഗതം. എന്തിനാണ് ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പ്രയോഗമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല. നമുക്ക് സൂപ്പർ സ്റ്റാറുകളുണ്ടല്ലോ. മലയാളത്തിലുണ്ട്, തെലുങ്കിലുണ്ട്, തമിഴിലുണ്ട്, ബോളിവുഡിലുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല. ഇതെന്റെ ജോലിയാണ്, ഞാനത് ചെയ്യണു, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ലേഡീസ് സൂപ്പർ സ്റ്റാർ നോ. ഇല്ല, ധൃതി. എന്തിനാണ് ഈ കണ്ണട വെക്കുന്നത്? എല്ലാ സിനിമയിലും കണ്ണടയാണ്. കണ്ണട ഇല്ലാത്ത ഒരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കണ്ണട വെക്കുന്നത് എന്തിനാണ്? ആക്ച്വലി യു നോ ഐ കാൺട്ട് സീ. കാണില്ല. ഓക്കെ. ഇപ്പൊ ഒരു ബ്ലർ ആണ്, ഫുൾ ബ്ലർ ആണ്. അയ്യോ, കാണാനില്ല. അപ്പൊ എന്നെ കാണാനില്ലേ? നോ, ഐ കാൺട്ട് സീ യു. എവിടെ പോയി? എവിടെ? ഞാനവിടെ ഇല്ലല്ലോ. ഞാൻ ഇവിടെ അല്ലേ? So funny. So funny. ആക്ച്വലി യു നോ, ഇപ്പൊ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയും ഈ സ്പെക്സ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട്. ക്യാൻ യു ഇമാജിൻ 60,000 സ്പെക്സ് ആണ് അവരുടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചിരിക്കുന്നു. അതിലൊന്ന് ചൂസ് ചെയ്യാൻ അത് ഫുൾ ഞാൻ ട്രൈ ചെയ്തു. Why are you laughing? I'm serious. ഒരു കാര്യം അറിയോ, ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാല് അതിലും ഈസിയാണ്. അത്രയ്ക്ക് ടഫാണ് ഒരു സ്പെക്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഈ 60,000 ആർട്ട് ലാസ്റ്റ് എൻഡ് സ്പെക്സ് തന്നെ യൂസ് ചെയ്തത്. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മിനിറ്റ്, ഞാൻ ആ പപ്പടം പോലെ ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു സാധനം മഞ്ഞ കളർ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്റെ ലൈഫാണ്, എന്റെ ലൈഫ്. നമ്മുടെ ലൈഫ് നമ്മൾ തിന്നാൻ വേണ്ടിട്ടല്ലേ? ഇതായിരിക്കും. എന്നാ പിന്നെ ചായ ആവാലോ? യെസ്. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു. മലയാള സിനിമയില് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയില് നായികമാരുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? എന്താണ് തോന്നിയിട്ടുള്ളത്? ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഇപ്പൊ നായകൻ പറന്നടിക്കുന്നു, തലകുത്തി നിൽക്കുന്നു, അവരുടെ ഒരു ഹീറോയിസമാണ് കാണിക്കുന്നത്. അത് കണ്ട് പകച്ചു നിൽക്കുന്ന നായകമാണ്. അങ്ങനെയുള്ളവരെയാണ് ഇപ്പൊ ആവശ്യം. അതായത് ഈ നായകന്മാർക്ക് പകരം നായകന്മാര് പറന്നടിക്കണമെന്നാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇപ്പൊ വേണോ? ഞാൻ ചോദിച്ചില്ല, വേണമെങ്കിൽ എടുത്തോ. ഇപ്പൊ വരുന്ന ഒരുപാട് സിനിമകളിൽ ഹീറോസ് നമ്മുടെ ലേഡീസിനോട്, സ്ത്രീകളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന പല സീനുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല സൂപ്പർ സ്റ്റാറുകളും ഇന്ന് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പറയുന്ന ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആള് ആരാണെന്നാണ് മണ്ടു പറയുന്നത്? എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. കാരണം ആസ് എൻ ഓഡിയൻ എനിക്ക് വളരെ ഇറിറ്റേറ്റഡ് ആയ ഒരു സിനിമ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു, മിസ്റ്റർ ശീതളൻ ചെയ്തത്. ഓ, സൂപ്പർ സ്റ്റാർ ശീതളൻ. അദ്ദേഹത്തെ പോലെ ഒരാള് വർഷങ്ങളോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാള് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത്? ഈ സൂപ്പർ സ്റ്റാർ ശീതളൻ എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളാണ് എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈയിടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ജീവിതത്തിലും അങ്ങനെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളോട്? അങ്ങനെ പറഞ്ഞില്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ അദ്ദേഹം സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഞാൻ ചൊറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇറിറ്റേറ്റഡായ ഒരു സിനിമ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു, മിസ്റ്റർ ശീതളൻ ചെയ്തത്. ഓ, സൂപ്പർ സ്റ്റാർ ശീതളൻ. ബഹുമാനപ്പെട്ട ഓൾ കേരള ശീതളൻ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് മൺമറൈ, ബാക്കി
കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ശ്രീധുലേട്ടൻ ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികളെ, എൻ്റെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കോഴിക്കോട് ജില്ലേൻ്റെ പ്രസിഡന്റാണ് നമ്മളിപ്പോൾ അർജന്റായിട്ട് ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചതിൻ്റെ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും പൊട്ടിയിട്ടുണ്ടാവും. അതായത് നമ്മളെ ശ്രീധുലേട്ടനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ഒരു നടി പ്രതികരിച്ചിട്ടുണ്ട്. ആ നടി ഏതാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ അവിടെ പറയുന്നില്ല. ഇത് വളരെ മോശമാണ്. കാരണം ഇത്രയും കാലത്തിനിടയിൽ ശ്രീധുലേട്ടനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് ഒരു പെണ്ണ് ആദ്യമായിട്ട് പറയാണ്. അവന്റെ ചങ്ക് പൊട്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കണേ. ഇത് നമുക്ക് എല്ലാവർക്കും വിഷമുണ്ടാക്കണ കാര്യമാണ്. കാരണം നമ്മളെ നെഞ്ചത്താണ് ഈ കുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രീധുലേട്ടനെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഞ്ഞടിക്കണം. ഒരു സുനാമി പോലെ നമ്മൾ ഈ പെണ്ണിനെതിരെ ആഞ്ഞടിക്കണം. നിങ്ങൾക്ക് അറിയുക, ഇത് അറിഞ്ഞതിന് ശേഷം പതറിയ വെള്ളം പോലും ഞാൻ കുടിച്ചിട്ട. എന്ത് വെള്ളം? പതറിയ വെള്ളം കുടിച്ചിട്ട. ചൂടുവെള്ളം. ഓ, അതിനങ്ങനെ പറയും. ഓള് ഇനി സിനിമയിൽ അഭിനയിക്കണ്ട, ഓള് മതി. ഇവിടെ വേറെ നടിമാരുണ്ടല്ലോ. അല്ലാന്ന് ഓളാണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മലയാള സിനിമ വീണു പോകുന്നില്ല. വീണു പോവോ? ഇല്ല. ഓള് ഒരു സിനിമ പറഞ്ഞാൻ പോകുന്നുണ്ട്, അടുത്ത ആഴ്ച റിലീസാണെന്നാ കേട്ട്. ഈ സിനിമ കേരളത്തിൽ കളിക്കരുത്. കളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം ആളെ കയറ്റരുത്. അതിനുള്ള പണി നമ്മൾ ഓരോ ജില്ലയിലും ചെയ്തോളണം. ഓളെ താറടിച്ചാളണം. കാരണം ഇവിടെ ആരാണ്? ഓക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. അതുകൊണ്ടാണ് ഓളിമാരി വർത്താനൊക്കെ പറയുന്നത്. ഓള് ശിശുവാണ്. ഓള് തൊട്ടിൽ കിടക്കുന്ന കാലത്ത് അഭിനയിക്കാൻ തുടങ്ങി നമ്മളെ ശ്രീധുലേട്ടൻ. ഇതൊന്നും ഓൾക്ക് അറിയില്ല. അപ്പൊ സംഭവം വേണ്ടത് ഫേസ്ബുക്കിലൂടെ ഓളെ താറടിച്ച് കാണിക്കും, അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. അപ്പൊ അതിന് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മീറ്റിംഗ് കൂടുമെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഞാനൊരു 10 പിള്ളേരെ വീട്ടിലിരുത്തിയിട്ട് ലാപ്ടോപ്പും കൊടുത്ത് ഇവളുടെ ഫേസ്ബുക്കിൽ തെറി പറയാൻ ഏൽപ്പിച്ചു പോയി. തുടങ്ങിയോ? അതാ വേണ്ടത്. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടത്തുമ്പോഴേ ശ്രീധുലേട്ടനൊന്ന് അറിയിക്കാറുണ്ട്. എന്റെ സുഖതണ്ണ, നിങ്ങളിൽ ഒരു മണ്ണും മുണ്ണാക്കും അറിഞ്ഞുകൂടത്തോടെ സംസാരിക്കുന്നത്. ഈ ശീതളെ അങ്ങനെ ഒന്ന് കാണാൻ, ഒന്ന് പരിചയപ്പെടാൻ ഞാനും ഈ മൊയ്തും കൂടെ ലൊക്കേഷനിൽ കയറി ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുന്ന പൈലുകൾ ഞങ്ങൾ ചെവളാക്കത്തി വെളിയിലാക്കി കളഞ്ഞു. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല? ആ കാര്യത്തിൽ ഞാനാണ് ഭാഗ്യവാൻ. നമ്മുടെ അട്ടപ്പാടിയിലെ സൂപ്പർ സ്റ്റാർ വന്നിട്ടുണ്ടായിരുന്നു കർഷകർക്ക് വളവും തൂമ്പയും കാശൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പോയി, എന്നെ പോലീസുകാരൊക്കെ പിടിച്ചു മാറ്റി. അവരൊക്കെ തള്ളി മാറ്റി പോയിട്ട് വന്ന് തൊട്ടു. ഭാഗ്യവാൻ, ഇയാൾ തൊട്ടുമല്ലോ, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഉടനെ കാണാൻ നീ വിഷമിക്കുന്ന. അപ്പൊ ഓരോ ജില്ലയിൽ എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം പ്യാരി നീ ചെയ്യാനുള്ളത്, ഈ റൂമിൽ പിള്ളേരെടുത്ത് ചീത്ത പറയാൻ വെച്ചെങ്കിലേ അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടാ. ചീത്ത പറയണം നീ തന്നെ പറയണം. കാരണം നിന്റെ വായിൽ പറഞ്ഞ ചീത്ത പറഞ്ഞ സ്വയം സ്ഥാനങ്ങളെ. വേറൊരു കാര്യോ, തൃശ്ശൂർ ജില്ലയുടെ റൗണ്ട് വിട്ടിട്ട് ഇന്ന് അടി പോവരുത്. ഓളെ കാട് തടഞ്ഞാണോ അത് കുറ്റി നോക്കണം. പിന്നെ രാഘവണ്ണ, കണ്ണൂർ എന്തിനാണ് പരിപാടികൾ? കണ്ണൂരിൽ മൂപ്പര് പോകുമ്പോട്ട് മാറ്റോളി. കണ്ണൂർ എങ്ങനെ പോകുമ്പോ പരിപാടൊന്നുമില്ല, ഉമ്മ പറയുന്നതല്ലേ. പക്ഷെ എന്തൊക്കെ ആയാലും ആ പെണ്ണിന്റെ സിനിമ അവിടെ തിയേറ്ററിൽ വരുമ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ ഭീഷണിപ്പെടുത്തിക്കോ. നിങ്ങളെ ജില്ലയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? പാലക്കാട് ജില്ലയെ കുറിച്ച് നിങ്ങൾ പേടിക്കാൻ വേണ്ട. അവിടെ പെണ്ണിന്റെ പടം വന്നു കഴിഞ്ഞാൽ കൂക്കി പ്രശ്നം ഉണ്ടാക്കാൻ പാലക്കാട് അവിടെ കൂക്കലിന് സുഖമാണ് മാത്രമേ അത്രയ്ക്ക് അണ്ണാക്കല്ലേ. കഴിഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ പടം വന്നപ്പോ ഞങ്ങൾ ഒരു ഒറ്റ പെട്ടി മുല്ലമാലയാണ് ഇങ്ങനെ വാരി വെതറി. പിന്നെ 150 ലിറ്റർ പാല് ഞാൻ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ കട്ടൗട്ടിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു. അതിന് സൂതരൻ അഴിമതി നടത്തിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ മുകളിൽ കൂടി പാലഭിഷേകം നടത്തുന്ന പറഞ്ഞിട്ട് ജനദാസോൺ ഇങ്ങനെ കലക്കി ഒഴിച്ചത്. ചങ്കുള്ള വർത്താനം പറയരുത് നീ. നമ്മുടെ സൂപ്പർ സ്റ്റാറിന് നേർക്ക് ഞാൻ അങ്ങനെ കാണിക്കോ? നല്ല ശുദ്ധമായിട്ടുള്ള പാലാണ് ഒഴിച്ചത്. അതിന്റെ ബില്ല് ബില്ല് ഇനിയിപ്പോ ബില്ലൊന്നും എടുത്ത് ഇപ്പൊ ഇവിടെ കാണിക്കണ്ട. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നെ ബില്ല് കാണിച്ചിട്ട് പോവാം. അല്ല, കാസർഗോഡ് കാര്യം എന്താ? നിങ്ങൾ കാസർഗോഡ് പിള്ളമാരെ പറ്റി എന്ന് വിചാരിച്ചിനി ബഹുളന്മാരുന്ന നമ്മ 10 പിള്ളേരെയും കൊണ്ടുപോയിട്ട് മണ്ഡോദരന്റെ പുതിയ സിനിമ പോസ്റ്റ് ഉണ്ടല്ലോ, മൊത്തം കീർച്ചാടി. എന്ത് പണിയൊക്കെ കാണിച്ചു? എന്തേ? അതെ, നമ്മൾ സിനിമയെ ഇഷ്ടപ്പെടുന്നവരല്ലേ, നമ്മൾ ഒരിക്കലും സിനിമ പോസ്റ്ററുകൾ കീറാൻ പാടില്ല. അപ്പൊ ഉണ്ണി ഇനിയിപ്പോ അടിയന്തരമായിട്ട് ചെയ്യാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ പോയി ആ പെണ്ണിന്റെ പോസ്റ്ററുകൾ എല്ലായിടത്തും ഒട്ടിക്കണം. ചുമ്മാക്ക് പറയട്ടണ മുക്കിന് മൂലകൾ ഒട്ടിച്ചിട്ട് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് കൂട്ടത്തോടെ പോയണ്ടല്ലോ ചാണാൻ കളിക്കാൻ കൊടുത്തേ. സുമേഷേട്ടാ, കൊച്ചി ഇങ്ങളെ കൈമല വിടരുത്.
എറണാകുളം ജില്ലയിൽ ശീതളന് ഫുൾ സപ്പോർട്ട് ഞങ്ങൾ നൽകും. കൊച്ചിയിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ പെണ്ണ് അവിടെ എവിടെ ഒരു സ്റ്റേഡിയത്തിൽ നടക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു വളർത്തുപട്ടി ഉണ്ടല്ലോ, അതിനോട്ട് ഒരു കടി എടുപ്പിക്കണം. നമ്മളെ മനുഷ്യന്മാര് നമ്മൾ ആളുകൾ ചെന്ന് എന്തെങ്കിലും ചെയ്താലേ കുഴപ്പമുള്ളൂ, പട്ടിയാകുമ്പോ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നാളെ മുതൽ നമ്മള് ശീതള അണ്ണന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെള്ളവും ഭക്ഷണവും മറന്നിട്ട് വേണം നമ്മൾ നടക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യം, ശീതള അണ്ണന്റെ കൊച്ചണ്ണൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ പിന്നെ അണ്ണന്റെ അപേക്ഷ ഇട്ട് ഞാൻ ഇന്നും ഇങ്ങനെ നടക്കുന്നത്. അതാണ് ആത്മാർത്ഥത. പിന്നെ അതിന്റെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറെ പെണ്ണുങ്ങളും കുറെ അലുമ്പ് പൈലുകളും ഈ മണ്ടോദരിയെ എടുത്ത് താങ്ങിക്കൊണ്ട് നടക്കണം. അപ്പൊ അത് തിരുത്തണം. അത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. അത് നടക്കില്ല. എന്താ എന്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ്. എന്റെ പെണ്ണുപിള്ള മണ്ടോദരിയുടെ കൂടെയാണ്. സുധാരണ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, ചത്താലും ശരി, ഞാൻ ഒരിക്കലും ശീതള ഫാൻസ് അസോസിയേഷൻ പൂജ. അതല്ല പറഞ്ഞത്, എന്റെ ഭാര്യനെ ഉപേക്ഷിക്കേണ്ടി വരും. അത് വേണം നോക്കാം. കണ്ടല്ലോ, ഈ ചങ്കൂറ്റ എല്ലാവർക്കും വേണം. അവിടെ പറഞ്ഞ പോലെ എല്ലാ ജില്ലയിലും ഉഷാറായിട്ട് എല്ലാരും വർക്ക് ചെയ്യണം. നിങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറിമാർ ഭാരവാഹികൾ മാത്രം വർക്ക് ചെയ്താൽ പോരാ, എല്ലാവരും കൊണ്ടും വർക്ക് ചെയ്യിപ്പിക്കണം. ആ പെണ്ണിനെ നമ്മൾ താറടിച്ച് നിലത്തടക്കെടുത്തിക്കാണണം. അപ്പൊ ഇനിയിപ്പോ അതുപോലെ തന്നെ നമ്മള് ശീതളണ്ണന്റെ ഒരു പാട്ട് വെച്ച് യോഗം പിരിച്ചുവിടും. ശീതളണ്ണ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ച റിലീസ് ആവാനിരിക്കുന്ന ചിത്രത്തിലെ ഹിറ്റ് പാട്ട് വെച്ചിട്ടാണ് നമ്മൾ യോഗം പിരിയാൻ പോകുന്നത്. നമ്മളെ ചങ്കായ ശീതളണ്ണന്റെ റിലീസ് ആകുമ്പോൾ പാട്ടാണ്. എല്ലാരും ചങ്കി കഴിയുകി. കുളിക്കിത്ത കത്തി കുളിക്കിത്ത കത്ത കുളിക്കിത്ത കത്തി കുളിക്കിത്ത സകല കത്തിക്കി തക്ക തിക്കി സകല കത്തിക്കി തക്ക തിക്കി സകല കത്തിക്കി തക്ക തിക്കി സകല കത്തിക്കി തക്ക കുളിക്കിത്തക്ക മറിമായം. ഓക്കെ ആണോ? ഓക്കെ സാർ, ഓക്കെ ന്യൂസ് ഓക്കെ ആണോ? ഈ ലൈറ്റ് കറക്റ്റ് ആണോ? ഇത് ലൈറ്റ് രണ്ട് തെർമോക്കോൾ എന്തെങ്കിലും വെക്കണോ? ഈ തെർമോക്കോൾ വെക്കണോന്ന്? ലൈറ്റ് ഓക്കെ ആണോ? ലൈറ്റിംഗ് ഓക്കെ ഓക്കെ. ഇത് പൊസിഷൻ കറക്റ്റ് ആണല്ലോ അല്ലേ? ലൈറ്റ് കറക്റ്റ് ആണ് സാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ സാർ, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം, ഒരു സംവാദം, പ്രത്യേകിച്ച് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാറിന്റെ ഒരു പ്രതികരണം ഇതുവരെയും അത് വന്നിട്ടില്ല. കാരണം ഞാനൊരു ആക്ടർ മാത്രമാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സിനിമകള് ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാകും, ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാവും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ളൊരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ സംസാരിക്കട്ടെ. സാർ, ഇപ്പോൾ ഒരു സിനിമ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സംവിധായകന്, അതിന്റെ റൈറ്റർക്ക്, പിന്നെ പ്രൊഡ്യൂസർക്ക് ഒരു വലിയ പങ്കുണ്ട്. പക്ഷെ അതിൽ അഭിനയിക്കുന്ന നടനും സൊസൈറ്റിയോട് പ്രത്യേക തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട എന്നാണോ, അതോ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിനോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട്. ആ കമ്മിറ്റ്മെന്റ് ഞാൻ കാണിക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ബിസിനസ്സിന് ഉതകുന്നതായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഡയറക്ടർ പറയുന്ന ആ ക്യാരക്ടർ ഞാൻ അവതരിപ്പിച്ച് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് സാറ് പൂർണ്ണ തൃപ്തനാണ് എന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പോ സോഡ സർബത്ത് കഴിച്ചിട്ട് സോഡയിലാണോ തൃപ്തൻ സർബത്തിലാണോ തൃപ്തൻ എന്ന് ചോദിച്ച പോലെ ആയിപ്പോയി. ഇനി എനിക്ക് സാറിനോട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. അയ്യപ്പൻ സാർ, സത്യശീൽ അല്ല, നിങ്ങളല്ലേ? നിങ്ങൾ നോ പ്രോബ്ലം. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചേഞ്ച്. അല്ല നീ എന്താ കാണിക്കുന്നത്? നീ കണ്ണാടി എങ്ങനെ പിടിച്ചിരിക്കുന്നത്? എത്ര കാലമായി എന്റെ കൂടെ? ഇപ്പോഴൊരു മിറർ ശരിക്കും പിടിക്കാൻ അറിയില്ല അവന്. ഞാൻ വിളിച്ചത് നോക്കാനല്ല. ആ ഫ്രാൻസിസ് വിളിച്ചിരുന്നു. എത്ര മണിക്കാ അവിടെ ചെല്ലാൻ പറഞ്ഞത്? എത്ര മണിക്കാ സാർ പറഞ്ഞു? എന്നോടാണ് ചോദിക്കുന്നത്. 11. ആ മതി ഞാൻ നോക്കാം. ഇവിടെ എത്ര മണി വരെയാണ്? കഴിഞ്ഞു സാർ, 10 മിനിറ്റ്. ആ ശരി, എന്നാ പോയിക്കോ. മാറ്. ഓക്കെ, ബോറല്ലോ.
സാർ ഇപ്പോ മണ്ടോദരി തൊടുത്തു വിട്ടിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ടുള്ള ഈ ഒരു സംവാദം സത്യത്തിൽ വേണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ മണ്ടു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞത്. എനിക്കൊരിക്കലും അവരോട് ഒരു വിദ്വേഷം തോന്നേണ്ട കാര്യമില്ല. കാരണം അവരൊരു കഥാപാത്രത്തെയാണ് പറയുന്നത്. സിനിമ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നന്നാവൂ? മതി അത് ഒരു അനാവശ്യ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ നിർത്താം. അയ്യപ്പാ എന്താണ് കാണിക്കുന്നത്? ഊണ് കഴിച്ചോ? നിന്നോടാ കഴിച്ചോ? ഇല്ല, കഴിക്കാം സാർ. ഓക്കെ. മറിമായം